ഒരു ഡൗട്ട് ചോദിക്കട്ടെ, നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന 1 GB മൂവി ഫയൽ ഏകദേശം 270 GB ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? വിശ്വസിക്കാനാകുന്നില്ല അല്ലേ? പക്ഷെ ഇത് റിയൽ ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുവാണെങ്കിൽ വീഡിയോ കംപ്രസർ എങ്ങനെ വർക്ക് ചെയ്യുന്നു ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് 1080p വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു ഫ്രെയിം എന്നത് 1920 × 1080p പിക്സൽസ് ആണ്. അതായത് ഏകദേശം 2 മില്യൺ പിക്സൽസ്. ഈ ഒരു ഫോട്ടോ ആയി സേവ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 1 MB വരും. ഇനി റിയലൈസ് ചെയ്യാം, 2.5 മണിക്കൂറിന്റെ മൂവി ഏകദേശം 30 ഫ്രെയിം പെർ സെക്കൻഡ്, ടോട്ടൽ ഫ്രെയിംസ് 2.7 ലാക്ക് വരും. അതായത് ഒരു ഫ്രെയിം എന്നത് 1 MB ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ ടോട്ടൽ സൈസ് 270 GB. അതായത് 2.5 മണിക്കൂറുള്ള 1080p ഒരു മൂവി എന്ന് പറയുന്നത് ഏകദേശം 270 GB വരും. പക്ഷെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന സാധാരണ ഒരു മൂവി 270 GB ആണോ? അല്ല. നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് ഏകദേശം 1 GB അല്ലെങ്കിൽ 2 GB ആയിരിക്കും. ഇവിടെയാണ് കോഡക് എൻ്റർ ചെയ്യുന്നത്. കോഡക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്രഷൻ പ്ലസ് ഡീകംപ്രഷൻ ആണ്. വീഡിയോയിലെ സെയിം പിക്ചേഴ്സ് വീണ്ടും സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. എക്സാമ്പിൾ ആയിട്ട് ഒരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് സെയിം ആണെങ്കിൽ അത് വീണ്ടും സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. ചേഞ്ചസ് മാത്രം സേവ് ചെയ്താൽ മതി. ജസ്റ്റ് നിങ്ങളുടെ സീൻ ഇമാജിൻ ചെയ്യുക. ഒരു ഫ്രെയിമിൽ ഒരു മനുഷ്യൻ നിൽക്കുവാണ്, സെയിം ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ ആ മനുഷ്യന്റെ മൂവ്മെന്റ്സ് മാത്രം സേവ് ചെയ്താൽ മതി. ബാക്ക്ഗ്രൗണ്ട് സെയിം ആയതുകൊണ്ട് അത് വീണ്ടും സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. കോഡക് കംപ്രഷൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് സെയിം ആയതുകൊണ്ട് ആ മനുഷ്യന്റെ മൂവ്മെന്റ്സ് മാത്രം സേവ് ചെയ്യും. അതുകൊണ്ടാണ് ഒറിജിനൽ ഡാറ്റയുടെ 99% റിമൂവ് ചെയ്യുന്നത്. ഒരു ശതമാനം മാത്രം സേവ് ചെയ്ത് വീഡിയോയുടെ ഫുൾ ഫീലും തരുന്നത്. ഇതുകൊണ്ടാണ് ഏകദേശം 270 GB വരുന്ന മൂവി ഫയൽസ് 1 GB 2 GB ഒക്കെ ആവുന്നത്. അതിനാണ് കോഡക് എന്ന് വിളിക്കുന്നത്. സാധാരണ നമ്മൾ കേട്ടിട്ടുള്ള കോഡക്സ് ആണ് H24, H26 എന്നിവയൊക്കെ. ഇതൊക്കെ കംപ്രഷൻ കോഡക്സ് ആണ്. അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ ഫയൽസിന് സൈസ് ഒക്കെ ഭയങ്കര ചെറുതായിട്ട് തോന്നുന്നത്.